പ്രത്യേകം ഓർക്കുന്നത് മലക്കിനുണ്ടാകുന്ന തൂവാലയിൽ നിന്ന് വരുന്ന ഓരോ തുള്ളിയിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ മലക്കിനെ പടയ്ക്കുന്നു അത്രേ. ആ മലക്കുകൾ മുഴുവനും അസ്തഗ്ഫിറുല്ലാഹ് ലിമൻ സല്ലാ അലാ റസൂലില്ലാഹ്. മദീനയുമായി സ്വലാത്തിനാൽ ബന്ധം സ്ഥാപിച്ച ഉമ്മയാണോ, പെങ്ങളാണോ, സഹോദരനാണോ, സഹോദരിയാണോ, അയാൾക്ക് വേണ്ടിയിട്ടാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ആ മലക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുവെന്ന്. മൺമറഞ്ഞു പോയ മഹാന്മാരുടെ ജീവിത വിശുദ്ധികളും അവർ കാണിച്ചു തന്ന മാതൃകകളും പിൻപറ്റുകയാണ് വിശ്വാസികളുടെ കടമയെന്ന് ഷൈഖുന്ന ഏരൂർ ഷംസുദ്ദീൻ മദനി അൽ ഖാദിരി പറഞ്ഞു. ആലപ്പുഴയുടെ ഉമ്മുൽ മസാജിദ് എന്നറിയപ്പെടുന്ന കിഴക്കേ മുസ്ലിം ജമാഅത്ത് മസ്താൻ പള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അബ്ദുള്ള മസ്താൻ അവറുകളുടെ ഉറൂസ് മുബാറക്ക് ആണ്ട് നേർച്ചയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരസ്പര വിശ്വാസവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കണമെന്നും ഷംസുദ്ദീൻ മദനി പറഞ്ഞു. കിഴക്കേ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ നജീബ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ അമീൻ ബാഫക്കി അൽ ഹസരി തങ്ങൾ സ്വലാത്ത് വാർഷികത്തിന് നേതൃത്വം നൽകി. അനസ്, എ എം ഖാലിദ്, ഇക്ബാൽ സാഗർ, സുനീർ ഇസ്മായിൽ, അജി പടിപ്പുരയ്ക്കൽ, ടി ഐ കല, ഇ എ ബഷീർ, എം അനസ്, സ്വാലിഹ് മുസലിയാർ, അൽഹാഫുൽ ഹർഷാദ് മുസലിയാർ, നൗഫൽ ജൗഹരി, സെയ്ദ് ഉസ്താദ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അന്നദാനവും നടത്തി. ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് കൂട്ട സിയാറത്ത്, ഖത്മുൽ ഖുർആൻ, ബദർ മൗലിദ്, റാത്തിബ്, ഖുദൂബിയത്ത്, സാധുജന നിക്കാഹ്, ദുആ സമ്മേളനം എന്നിവയും സംഘടിപ്പിച്ചു. മനസ്സാക്ഷിയോട് ദുആ ചെയ്യുന്ന എല്ലാവരും ഈ മക്ബറയിലേക്ക് ഒരു ഹദിയ കൊടുക്കാറുണ്ട്. ഇലാ അർവാഹിൽ മഖ്ബൂരിന അൽ മദ്ഫൂനീന. ഈ മക്ബറയിൽ ഖബറടക്കപ്പെട്ട മുഴുവൻ മൂമിൻ മൂമിനാത്തുകൾക്കും അതൊരു ഭാഗ്യമാണ്, നിത്യസന്തോഷമാണ്, നിത്യാനന്ദമാണ്. എല്ലാ ഖബറാളികൾക്കും എന്നും വിശുദ്ധ ഖുർആൻ അവരുടേതായ ഹദ്റത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണക്കാരൻ നമ്മുടെ ആത്മീയ ഗുരുവരിയായിരിക്കുന്ന ശൈഖ് അവറുകളാണ്. ഈ മദദ് ഖിയാമത്ത് നാൾ വരെയും അല്ലാഹു തആല നിലനിർത്തി തെരുമാറാകട്ടെ. ഉറൂസാണ്, ഉറൂസ്. ഹദീസിൽ കാണാം, ഒരു മയ്യത്ത് ഖബറിൽ കൊണ്ടുവച്ച് മലായിക്കത്തുകൾ വന്ന് ചോദ്യം ചോദിക്കും. ഈ കിടക്കുന്ന മുഴുവൻ ഖബറാളികളെയും ആ ഇന്റർവ്യൂ കഴിഞ്ഞ് കിടക്കുകയാണ്. അല്ലാഹു എല്ലാവർക്കും അതെല്ലാം നന്മയായി കൊടുക്കുമാറാകട്ടെ. ആർക്കെങ്കിലും ആ ഇന്റർവ്യൂവിൽ എന്തെങ്കിലും അപജയം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ, മഹത്തായിരിക്കുന്ന ഈ മജ്‌ലിസിന്റെയും ഇതിന്റെ മദാറായിരിക്കുന്ന ശൈഖ് അവറുകളുടെയും മദദ് കൊണ്ട് എല്ലാ ഖബറുകളും ഖബർവാസികളെയും നിന്റെ സ്വാലിഹും സാലിഹത്തുമാകുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തണേ.